ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഫിസിക്കൽ കെമിസ്ട്രി 2ൻ്റെ സെക്കൻഡ് യൂണിറ്റായ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി 2ൻ്റെ നമുക്ക് ആകെ മൊത്തം 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ വന്നിട്ട് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 1, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 2. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 1 വെച്ചിട്ടാണ്. യൂണിറ്റ് 2 ആണ് നമ്മുടെ അത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാം. കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ കംപ്ലീറ്റ് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എക്സാമിൻ്റെ ആ സമയത്ത് പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. സോ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, നിങ്ങളെല്ലാവരും മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ പഠിച്ചു വരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്കൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാണ്. അപ്പം അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് EM വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ? An alternating current of high frequency radiates in the form of waves which travel in space with the same speed as that of light, and these waves are known as electromagnetic waves or electromagnetic radiation. അതായത് ലൈറ്റിൻ്റെ സ്പീഡിനോടൊപ്പം തന്നെ നമ്മുടെ സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. ആൻഡ് ദീസ് ആർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓൾസോ. ലൈറ്റിൻ്റെ സ്പീഡിനോടൊപ്പം തന്നെ ഇതിനും വാക്വത്തിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ട്രാവൽ ചെയ്യാനായിട്ടും സാധിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് വേവ് ലെങ്ത്സ് ആർ ഫോട്ടോൺ എനർജീസ്. ഇനിയും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാൽ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ശരിക്കും നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ റേഡിയേഷൻ്റെയൊക്കെ ഫ്രീക്വൻസിനെയും അതുപോലെ തന്നെ അതിൻ്റെ വേവ് ലെന്തിനെയും ഒക്കെ നമ്മൾ ആ ഒരു ടേമിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് റേഡിയേഷൻ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുടെ ബേസിൽ അല്ലെങ്കിൽ വേവ് ലെന്തിൻ്റെ ബേസിൽ നമ്മൾ എന്താ പറയുക ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ നമ്മൾ 7 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ റീജിയൻ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ 7 നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, UV, എക്സ്റേ, ഗാമ എന്നിങ്ങനെ 7 റീജിയൻസ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ സ്പെക്ട്രത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓർ ഫ്രീക്വൻസി. ഒന്നെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ബേസിലായിരിക്കും നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഈ സ്പെക്ട്രത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ തന്നിരിക്കുന്നത് ഒരു എങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതത്ര ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കിട്ടും. അപ്പോൾ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ച് വെച്ചു എന്നേ ഉള്ളൂ. മുകളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു എന്തിൻ്റെ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് മുകളിലായിട്ട് എഴുതിയിരിക്കുന്നത്. താഴെ വേവ് ലെന്തിൻ്റെ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. 10⁻16 to 10⁻6 വരെയാണ് വേവ് ലെന്തിൻ്റെ ഓർഡർ. ഫ്രീക്വൻസിയുടെ ഓർഡർ എങ്ങനെയാണ്? 10⁻20 to 10⁻2 വരെ. ആ ഒരു ഓർഡറിലായിരിക്കും സ്പെക്ട്രത്തിൽ നമുക്ക് ഈ റീജിയൻസിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ വിസിബിൾ റീജിയൻ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കി, UVൻ്റെയും IR എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫ്രാറെഡാണ്. അതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ടായിരിക്കും എന്തിരിക്കുന്നത്? UV റീജിയൻ. ഇനിയും നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന് എന്തെങ്കിലും യൂസസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഇതുപോലെ ഈ റേഡിയേഷൻസൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്ന് കുറേയൊക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ റേഡിയോ വേവ്സ് നമുക്കറിയാം. നമ്മൾ റേഡിയോ സ്റ്റേഷൻസും അതുപോലെ തന്നെ TV,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ എല്ലാം പാസ് ചെയ്യുന്നത് ഈ റേഡിയോ വേവ്സ് ആണ്. അതുപോലെ തന്നെ മൈക്രോവേവ് റേഡിയേഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? നമ്മുടെ കിച്ചണിൽ മൈക്രോവേവ് അവനിലൊക്കെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്താണ്? മൈക്രോവേവ് റേഡിയേഷൻ ആണ്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമുക്കിപ്പം ചില ഗോഗിൾസൊക്കെ അവൈലബിൾ ആണ്. അതായത് ഈ നൈറ്റ് വിഷൻ പോസിബിൾ ആയിട്ടുള്ള ഗോഗിൾസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് അത് എന്താ പറയുക വർക്ക് ചെയ്യുന്നത്. പിന്നെ വിസിബിൾ റീജിയൻ നമുക്കറിയാം. നമ്മൾ എന്ത് വസ്തുക്കളെ കാണുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് വിസിബിൾ ലൈറ്റ്. പിന്നെ യു വി റേഡിയേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് നമുക്ക് യു വി റേഡിയേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, നമ്മൾ രാവിലെയുള്ള ഇളം വെയിൽ കൊണ്ടാൽ നമ്മൾ വിറ്റാമിൻ ഡി ഒക്കെ ഇതാവുമെന്നൊക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്നൊക്കെ. അപ്പം അത് നമ്മൾ തീവ്രത കുറഞ്ഞ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. തീവ്രത കൂടിയ യു വി റേഡിയേഷൻസും സണ്ണിൽ നിന്ന് വരാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഏറ്റ് കഴിഞ്ഞാൽ സ്കിൻ ടാൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എക്സ്റേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കാൻ എന്ന് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അന്നേരം നമ്മൾ പോയി എടുക്കും. അവിടെ ആ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തരയാണ്? എക്സ്റേ ആണ്. പിന്നെ ഗാമാ റേസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഗാമാ റേസ് അതും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ഗാമാ റേസിൻ്റെ ഒരു ആപ്ലിക്കേഷനും വരുന്നത്. അതായത് നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ ബോഡിയുടെ ഉൾവശം, അതായത് ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഗാമാ റേസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ഓരോ ഡെയിലി ലൈഫിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കിതെല്ലാം അറിയാവുന്നത് തന്നെയാണ്, നമ്മളിതെല്ലാം കാണുന്നത് തന്നെയാണ്. പുതിയതായിട്ട് നമ്മളൊന്നും ഇതുവരെ ഇപ്പോൾ ഒന്നും പഠിച്ചില്ലല്ലോ. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മാറ്ററുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിക്കിളുമായിട്ട് നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The electromagnetic radiation of suitable frequency can be passed through a sample so that the photon are absorbed by the molecules of the sample and changes the rotational or vibrational or the electronic energy of the molecules can be brought about. അതായത് ഒരു മാറ്ററിലൂടെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി, അതിനെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോൺസ് എന്ന പേരിലാണ്. ആ ഫോട്ടോൺസിനെ നമ്മളുടെ മാറ്റർ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഏതൊരു മാറ്ററിലൂടെയാണോ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത്, ആ മാറ്റർ ആ റേഡിയേഷനിനകത്തുള്ള ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും. ഫോട്ടോൺസ് ഈസ് നത്തിങ് ബട്ട് എനർജി ഓൺലി. എന്നിട്ട് ഇങ്ങനെ അബ്സോർപ്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മോളിക്യൂളിനൊരു ചേഞ്ച് സംഭവിക്കും, ആ മാറ്ററിനൊരു ചേഞ്ച് സംഭവിക്കും. എന്ത് ചേഞ്ചാണ് സംഭവിക്കുക? മോളിക്യൂൾസിനകത്ത് 3 എന്താ പറയുക ലെവൽസ് ഉണ്ട് നമുക്ക് പറയാം. ഇലക്ട്രോണിക് ലെവൽ, റൊട്ടേഷണൽ ലെവൽ, വൈബ്രേഷണൽ ലെവൽ. ഇതിലേതെങ്കിലുമൊക്കെ എന്ത് സംഭവിക്കും? ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഒരു മാറ്റർ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതെന്ത് ചെയ്യുന്നു? അതിനകത്തെ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് ആ മോളിക്യൂളിനകത്ത് ഏതെങ്കിലും ഒരു എനർജി ലെവലിനൊരു ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ഏത് എനർജി ലെവലിലാണോ ചേഞ്ച് സംഭവിച്ചത് അത് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനെയാണ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മൾ വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ലെവലിന് ചേഞ്ച് സംഭവിക്കും. ദാറ്റ് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ദ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്. Electromagnetic radiation is created when an atomic particle such as an electron is accelerated by an electric field causing it to move. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫീൽഡിലിരിക്കുന്ന പാർട്ടിക്കിളിനെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ദ മൂവ്മെൻറ്റ് പ്രൊഡ്യൂസിങ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും, which travel at right angles to each other in a bundle of light energy called a photon.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേവ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റ് എനർജി വേവ്സ് ട്രാവൽ ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇതിന് ഇറ്റ് ഹാവിങ് എ ബണ്ടിൽ ഓഫ് എനർജി, ഇറ്റ് ഹാവിങ് എ ബണ്ടിൽ ഓഫ് ലൈറ്റ് എനർജി, അതിൽ ഒരുപാട് ലൈറ്റ് എനർജി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. ആക്ച്വലി ഇത് ക്യാരി ചെയ്യുന്ന ആ എനർജിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഫോട്ടോൺസ് ട്രാവൽ ഇൻ എ ഹാർമോണിക് വേവ്സ് അറ്റ് ദ ഫസ്റ്റ് സ്പീഡ് പോസിബിൾ ഇൻ ദ യൂണിവേഴ്സ് ഇൻ എ വാക്വം, ഓൾസോ നോൺ ആസ് എ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഫോട്ടോൺസിന് നമ്മളുടെ യൂണിവേഴ്സിൽ നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫോട്ടോൺസ് ഈസ് നത്തിങ് ബട്ട് എനർജി ഉള്ളി, അത് ഓർത്തോണം. ഫോട്ടോൺസ് എന്ന് നമ്മൾ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എനർജിക്ക് പകരം ഫോട്ടോൺസ് ഉള്ള ടേം യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. The wave has certain characteristics given as frequency, wavelength or energy. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോൺസുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മറ്റ് വേവ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സർട്ടൺ ഫ്രീക്വൻസി കാണും, ഒരു സർട്ടൺ വേവ് ലെന്ത് കാണും, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു എനർജി കാണും. അങ്ങനെ മറ്റ് വേവ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്താണ് പ്രത്യേകത എന്നുള്ളത് ഇതാണ്. ഒരു പ്രത്യേക വേവ് ലെന്ത് അല്ലെങ്കിൽ പ്രത്യേക ഫ്രീക്വൻസി, അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പിക് ടൈപ്സ് ഏതൊക്കെയാണ്? ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. എക്സ്റേ അബ്സോർപ്ഷൻ, UV, IR അബ്സോർപ്ഷൻ, മൈക്രോവേവ് അബ്സോർപ്ഷൻ, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പോൾ ഇതൊക്കെ ദേ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. പല തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ്. ഇനി നമ്മൾ എന്തിനാണ് ഈ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാമ്പിളിന് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ ഒരു പർട്ടിക്കുലർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചേഞ്ചാണോ നമുക്ക് അറിയേണ്ടത്, അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ ആ സാമ്പിളിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ എനർജി ലെവൽസ് ഇൻ ദ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോവിങ് ബ്രാഞ്ചസ്. അപ്പം ഏത് എനർജി ലെവലിലാണോ ചേഞ്ച് ഉണ്ടായത് അതനുസരിച്ച് നമ്മുടെ ഈ സ്പെക്ട്രോസ്കോപ്പിയെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. നോക്കിയേ, ഇപ്പോൾ റൊട്ടേഷണൽ എനർജി ലെവലിലാണ് ചേഞ്ച് ഉണ്ടായതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മൈക്രോവേവ് റേഡിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും. വൈബ്രേഷണൽ ആണെങ്കിൽ ഇൻഫ്രാറെഡ്, ഇലക്ട്രോണിക് ആണെങ്കിൽ വിസിബിൾ അല്ലെങ്കിൽ UV. അപ്പോൾ ഏത് ഇലക്ട്രോണിക് ലെവലിലാണോ നമുക്ക് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ റൊട്ടേഷണലിലൊരു ചേഞ്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ നമുക്ക് മൈക്രോവേവ് യൂസ് ചെയ്യാം. വൈബ്രേഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വന്നിട്ട് ഉള്ളൊരു കാര്യമാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷൻ. ഇത് ശരിക്കും ഒരു അപ്രോക്സിമേഷനാണ്. അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ എന്താ, ജസ്റ്റ് ഒരു ഊഹം എന്നൊക്കെ പറയത്തില്ല, ഒരു ഊഹം, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു, പ്രത്യേകിച്ച് പ്രൂഫോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്രോക്സിമേഷൻ ആ ഒരു രീതിയാണ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് മോളിക്കുലർ വേവ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. മോളിക്കുലാർ വേവ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പറയുന്നത്. മോളിക്കുലാർ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേവ് ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോണിക്, വേവ് ഫംഗ്ഷൻ ഓഫ് വൈബ്രേഷൻ, വേവ് ഫംഗ്ഷൻ ഓഫ് റൊട്ടേഷൻ. ഈ കാണിച്ചിരിക്കുന്ന സിമ്പലിനെ നമ്മൾ സൈ എന്നാണ് പറയുന്നത്. സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സൈ. അപ്പോൾ സൈ ടോട്ടൽ, അതായത് ആ എൻറ്റയർ മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഇൻ ടു വേവ് ഫംഗ്ഷൻ ഓഫ് വൈബ്രേഷണൽ ഇൻ ടു വേവ് ഫംഗ്ഷൻ ഓഫ് റൊട്ടേഷണൽ. ഈ മൂന്നിൻ്റെയും വേവ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ദ എൻറ്റയർ മോളിക്കുലാർ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത്. Therefore the energies due to each type of motion are additive. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശരിയാണെങ്കിൽ അപ്രകാരം നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ അപ്പം എനർജീസ്, ഇലക്ട്രോണിക് എനർജി ഉണ്ടാവും, റൊട്ടേഷണൽ എനർജി ഉണ്ടാവും, വൈബ്രേഷണൽ എനർജി ഉണ്ടാവും. അപ്പം അതിൻ്റെ സമ്മാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ ഇലക്ട്രോണിക് പ്ലസ് ഈ വൈബ്രേഷണൽ പ്ലസ് ഈ റൊട്ടേഷണൽ. അപ്പം ടോട്ടൽ
ഓരോ എനർജി ലെവലിലും, അതായത് എനർജി ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോണിക്, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. അതിൻ്റെ എനർജിയുടെ ടോട്ടൽ സം ആയിരിക്കും ടോട്ടൽ മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത്. ദിസ് ഗിവ്സ് rise to electronic and vibrational quantum numbers, which are often a good first order description for energy level and wave functions of the molecule. അപ്പം ഈ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനിൽ നിന്നുമാണ് മെയിനായിട്ടും ഇലക്ട്രോണിക് ആൻഡ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പേഴ്സ് അറൈസ് ചെയ്തത്. അപ്പം അതിന് ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ഈ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനെ പറയാൻ പറ്റും. ഇത് ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊരു അസംഷൻ മാത്രമാണ്. പക്ഷെ അതിൻ്റെ ബേസിൽ പിന്നീട് ഇലക്ട്രോണിക് ആൻഡ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പേഴ്സൊക്കെ അറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് ഒരു ഫസ്റ്റ് ലെക്ചർ ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് നിങ്ങളൊരു നോട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ 2 പേപ്പറാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഇതും പിന്നെ ഒന്ന് വേറൊരു എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടെ ഉണ്ട്. 2 പേപ്പറാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം 2 പേപ്പറിനും നിങ്ങൾ കൃത്യമായിട്ടുള്ള നോട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 2 പേപ്പർ, ചില ദിവസങ്ങളിൽ 2 പേപ്പറും ആക്കും, ചില ദിവസം ഒരു പേപ്പർ മാത്രം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നോട്ട് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് ഇപ്പം പുതിയൊരു നോട്ട്ബുക്ക് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് അന്നു തന്നെ പഠിക്കുകയും വേണം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇടയ്ക്ക് നമുക്ക് സൂമിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തതായിട്ടോ ഡൗട്ടുകളായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്താം. പറഞ്ഞതൊക്കെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു സ്റ്റുഡൻസ്.